5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടായിരുന്ന പാട്ട് 2 മിനിറ്റ് 2.5 മിനിറ്റായി. ഈ 2.5 മിനിറ്റ് റെക്കോർഡ് ചെയ്ത സാധനം സിനിമയിലേക്ക് വരുമ്പോഴേക്കും 1 മിനിറ്റായി മാറും. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഞാൻ പാടിയ പാട്ടുകൾ പലർക്കും അനുയോജ്യമായിട്ട് വന്നു. അതൊരു ഭാഗ്യം എന്ന് പറയും. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ജനലക്ഷങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട്. അത് തന്നെ അവാർഡായിട്ട് കരുതുന്നു, അല്ലാണ്ട് പരാതിയാണ്. ചെന്നൈയാണ് എനിക്ക് എല്ലാം തന്നത് എന്ന് പറയാം. ഈവൻ സ്റ്റേറ്റ് അവാർഡ്സ്, തമിഴ്നാടിൻ്റെ 2 സ്റ്റേറ്റ് അവാർഡ്സ് ഞാൻ അറിയാതെ തന്നെ അർദ്ധരാത്രി പോയി പാടിയ പാട്ടാണ് പുതുവെള്ളൈ മഴ. പെൺ ഇല്ലാத ഊരിലെ അടിയാൺ പൂ കേൾപ്പതില്ലേ. നമസ്കാരം. വേറിട്ട ശബ്ദം കൊണ്ട്, മധുരമൂറുന്ന ആലാപന ശൈലി കൊണ്ട്, പാടിയ പാട്ടുകൾ കൊണ്ട് തെന്നിന്ത്യയുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച പാട്ടുകാരൻ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു അഭിമുഖത്തിന് മുഖം തരികയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിമേനോൻ. സ്വാഗതം ഉണ്ണിച്ചേട്ടാ. നമസ്കാരം. ഓണാശംസകൾ. ഓണാശംസകൾ. ഈ ഓണം എത്തുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ നിരവധി ഓണപ്പാട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രമേൽ സുന്ദരമായ മനസ്സിലേക്ക് ചേക്കേറി പിടിച്ചിരിക്കുന്ന ആ പാട്ട് പാടിയത് ഉണ്ണിച്ചേട്ടനാണ്. തിരുവാവണിരാവ്. അത് പാടി തുടങ്ങാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ചിലരുടെ മുഖത്തിന് പറ്റിയ ഗായകൻ പിന്നിലുണ്ടാകും എന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഉണ്ണിമേനോൻ അങ്ങനെ ആയിരുന്നില്ല. അതിപ്പോൾ മാധവനാകട്ടെ, അല്ലെങ്കിൽ സൂര്യ ആകട്ടെ, വിജയ ആകട്ടെ, കമൽഹാസൻ ആകട്ടെ, ആരായാലും ആ ശബ്ദം അനുയോജ്യമാണ്. അതെന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് പാടുന്ന സമയത്ത് അതുമാതിരി വോയിസ് മാറ്റി പാടുക അങ്ങനെയൊന്നുമില്ല. അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പണ്ട് ഇപ്പോൾ ദാസേട്ടൻ എല്ലാ ആർട്ടിസ്റ്റിനും വേണ്ടിയിട്ട് പാടിയിരുന്നില്ലേ, ജയേട്ടൻ പാടിയിരുന്നു. അതേമാതിരി ഞാൻ പാടിയ പാട്ടുകൾ പലർക്കും അനുയോജ്യമായിട്ട് വന്നു. അതൊരു ഭാഗ്യം എന്നേ പറയുള്ളൂ. ശരി. അപ്പോൾ ഈ ഒരു ഗായകനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ശരിയാണ്. പാട്ട് പഠിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഇല്ല. പക്ഷേ മലയാള സിനിമയ്ക്ക്, തെന്നിന്ത്യൻ സിനിമയ്ക്ക്, പ്രത്യേകിച്ച് തമിഴിന് ഒക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ടുകാരനായി മാറാൻ കഴിയും. അത് പാട്ടിലേക്കുള്ള വരവ്, സിനിമയിലെ പാട്ടിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? വളരെ യാദൃശ്ചികമാണ്. എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പ് കഴിഞ്ഞിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ എൻ്റർ ചെയ്യുന്നു ചെന്നൈയിൽ, ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ. ഒരു 1-1.5 വർഷമാകുമ്പോഴേക്കും ആ ജോലിയോടൊരു വിരക്തി വന്നു എനിക്ക്. ഇതൊന്നുമല്ല ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്താണ് പിന്നെ ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല. അന്നത്തെ നമ്മുടെ ഒരു ഇമ്മെച്യൂരിറ്റി ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെ നല്ലൊരു ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇത് അതായത് അതിനായിട്ട് ഡെലിബറേറ്റായിട്ട് കുറേ ശ്രമങ്ങൾ നടത്തുകയോ പാടാൻ വേണ്ടിയിട്ടൊരു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പിന്നാലെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. റെക്കോർഡിങ്സ് കാണാൻ പോകും. സംഗീതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് സ്കൂൾ കോളേജസിലൊക്കെ എപ്പോഴും പാടി പ്രൈസ് വാങ്ങിയിരുന്നുകൊണ്ട് പാട്ടിനോടൊരു അഭിനിവേശം ഉണ്ടായിരുന്നു, ഒരു പ്രാന്ത്. അപ്പോൾ റെക്കോർഡിങ്സ്, ഏതായാലും ചെന്നൈയിലല്ലേ താമസിക്കുന്നത്, റെക്കോർഡിങ്സ് കാണാൻ പോകും. അങ്ങനെ നമ്മുടെ ദാസേട്ടനും SPB, S. ജാനകി, സുശീലാമ്മ, വാണി ജയറാം ഇവരുടെയൊക്കെ റെക്കോർഡിങ്സ് നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം നടത്തി. അത് വിജയിച്ചു. അന്ന് റെക്കോർഡിംഗ് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാതിരി എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ വാച്ച്മാനെയൊക്കെ ബ്രൈബ് ചെയ്ത് 1-2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ കയറാമെന്ന്. ഞാൻ പറഞ്ഞ 80s തുടക്കത്തിലാണ്. അങ്ങനെ അതിനോടൊരു ഭയങ്കര ഒരു ആവേശം വന്നു. അതായത് പാട്ടുകാരനാവണമെന്നുള്ള ആവേശമല്ല, ഈ പ്രോസസ്സ് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ്. അങ്ങനെ റെക്കോർഡിങ്സ് കണ്ട് ആ ഒരു
ഇവരെല്ലാം വരുന്നു, അപ്പം തന്നെ പാട്ട് പഠിക്കുന്നു, അത് വലിയ ഓർക്കസ്ട്രയുടെ കൂടെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, അതപ്പം തന്നെ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ആ റെക്കോർഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര സന്തോഷം വരും. അപ്പോൾ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം, നമ്മളും ഒരു പാട്ടുകാരനായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ കുറേ മ്യൂസിഷ്യൻസിനെ ഞാൻ പരിചയപ്പെടുന്നു. ആ മ്യൂസിഷ്യൻസിൽ പലർക്കും അറിയാം, ഞാൻ ചെറുതായിട്ട് പാടുന്ന അറിയാം. അങ്ങനെ ചിദംബരനാഥ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. പണ്ട് നമ്മുടെ മലയാളം ഫിലിമിൽ ഒരുപാട് സിനിമകൾ ചെയ്ത് ഹിറ്റാക്കിയ വലിയ സംഗീത സംവിധായകൻ, നമ്മുടെ രാജാമണിയുടെയൊക്കെ അച്ഛൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ഇൻസിഡൻ്റലി വളരെ യാദൃശ്ചികമായിട്ട് ആ പരിചയപ്പെടുത്തിയ ഒരാഴ്ചയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്. ആ റെക്കോർഡ് എന്നാൽ മോനൊരു കാര്യം ചെയ്യും, അത് പാടിത്താ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പാടാനൊന്നും ആയിട്ടില്ല, ഒരാവേശത്തിലേക്ക് വന്നതാന്ന് പറഞ്ഞു. അല്ലല്ല, നമുക്കത് പഠിച്ച് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി പാട്ട് പഠിച്ചു, അത് പാടി. അത് കേട്ടപ്പോൾ സമയത്ത് എനിക്ക് തോന്നി ഇത് മോശമില്ലാത്തൊരു ശബ്ദമാണല്ലോ, എന്തുകൊണ്ട് ശ്രമിച്ചൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു വളരെ യാദൃശ്ചികമായിട്ട് ഞാനങ്ങനെ പ്ലേ ബാക്ക് സിംഗറായി. അന്ന് ആ പാട്ട് പാടിയില്ലായിരുന്നുവെങ്കിൽ എത്ര പാട്ടുകൾ നമുക്ക് നഷ്ടമായെന്നൊരു. അതെ, അന്ന് അവിടെ അത് ശാരദാ സ്റ്റുഡിയോയിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അവിടെ കേട്ട സമയത്ത് എനിക്ക് ചെറിയൊരു അഭിപ്രായം തോന്നി, ഒന്ന് പഠിക്കാമായിരുന്നു, പാടാമായിരുന്നു എന്നൊക്കെ. പക്ഷേ അന്ന് അവിടെ റെക്കോർഡ് ചെയ്ത് അത് കേട്ട പലരും ഇത് ഭയങ്കര ന്യൂസായി. അന്ന് നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനുശേഷം പല മ്യൂസിക് ഡയറക്ടേഴ്സും എന്നെ വിളിക്കാൻ തുടങ്ങി, ഇതുമാതിരി ട്രാക്സ് പാടാൻ തുടങ്ങി. ആ ട്രാക്സ് പാടിയത് പലതും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ക്രെഡിറ്റിൽ തന്നെ വന്നു. ഇങ്ങനെ ഞാൻ അറിയാതെ ഞാൻ ഒരു പ്ലേ ബാക്ക് സിംഗർ. അല്ല, ഈ നമ്മുടെ ഒരു മലയാളത്തിൽ യേശുദാസിന് വേണ്ടി ഒരു ട്രാക്ക് പാടിയാണ് തുടക്കം എന്ന് കേട്ടിട്ടുണ്ട്. ഈ പാട്ടൊക്കെ ട്രാക്ക് പാടിയതാണ്. ഈ ചിദംബരനാഥ് മാസ്റ്ററുടെ എല്ലാം ഞാൻ ട്രാക്ക് പാടിയതാണ്. എല്ലാ പാട്ടുകളും ഞാൻ ദാസേട്ടന് വേണ്ടി ഹൺഡ്രഡ്സ് ഓഫ് സോങ്സ് ട്രാക്ക് പാടിയതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ സംഗീതം അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പിന്നെ പഠിക്കാൻ തുടങ്ങിയില്ല. എത്ര പാട്ടുകളാണ് മലയാളത്തിൽ കേൾക്കാൻ ഇമ്പമുള്ള, കേട്ടിരിക്കുന്ന, ഇപ്പോഴും നമ്മൾ അതിന് പിന്നാലെ പോകുന്ന പാട്ടുകളുള്ളത്? പക്ഷേ മലയാളത്തിൽ തുടരാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ തുടരാതിരുന്നല്ലേ, എന്നെ വിളിച്ചാലല്ലേ പാടാറില്ല. അതായത് ഒരു അർഹമായ പരിഗണന മലയാളം തന്നില്ല. അങ്ങനെ പരാതിയൊന്നുമില്ല എനിക്ക്, കാരണം നമുക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ കിട്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു അംഗീകാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അത് ഡിസേർവ് ചെയ്യുന്ന പാട്ടുകൾ ഞാൻ പാടിയോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഒരു അവാർഡ്സൊക്കെ തരാൻ മാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ജനലക്ഷങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട്, അത് തന്നെ അവാർഡായിട്ട് കരുതുന്നു, അല്ലാണ്ട് പരാതിയൊന്നുമില്ല. ശരി, അപ്പോൾ ഈ പുതിയ കാല സംഗീത സംവിധായകർ, അപ്പോൾ ഒരു കാലം കഴിഞ്ഞ് തമിഴിലേക്ക് ചേക്കേറിയെന്ന് തന്നെ പറയാം, അവിടെയായിരുന്നല്ലോ കൂടുതൽ പാട്ടുകൾ. പക്ഷെ പുതിയ കാല മലയാള സിനിമയിലെ സംഗീത സംവിധായകർ ഉണ്ണിമേനോനെ ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്, തിരുവാവണി രാവ്. അതെ, അതിന് പിന്നാലെ ഏറ്റവും ജനപ്രിയമായൊരു പാട്ടായിരുന്നു മഴനീർ തുള്ളികൾ. അതെ, അതിനുശേഷം മറ്റൊന്ന് രതിപുഷ്പം. അങ്ങനെ തുടരെ കൃത്യമായ ഇടവേളകളിൽ ഉണ്ണിമേനോൻ മലയാളത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഈ പുതിയ കാലത്ത് ഒരു പാട്ടുകാരനെ തിരിച്ചു വിളിച്ച് പാടിപ്പിക്കുന്നത് വലിയൊരു അംഗീകാരമല്ല? തീർച്ചയായിട്ടും അതെ. കാരണം എത്രയോ ഗായകന്മാർ കേരളത്തിൽ തന്നെ താമസിക്കുന്നുണ്ട്. എന്നെ ചെന്നൈയിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പാട്ടുകളൊക്കെ പാടിക്കുന്നത്. അപ്പോൾ അതൊരു സന്തോഷം. ചില സംഗീത സംവിധായകന്മാർക്ക് എൻ്റെ വോയിസ് ഇഷ്ടമായിരിക്കാം, ഈ പാട്ട് ഇദ്ദേഹം പാടിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ വിളിക്കുന്നത്. പിന്നെ പാട്ടിൻ്റെ പിന്നാലെ ഞാൻ പോവാറില്ല. ഒരു സംഗീത സംവിധായകൻ്റെ പിന്നാലെ പോയി അവരെ ഉപദ്രവിച്ചൊരു പാട്ട് വാങ്ങുന്ന ഒരു രീതി പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും എനിക്ക് എൻ്റെ വോയിസിൽ ഈ പാട്ട് നന്നാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വിളിക്കാറുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പോയി പാടാറുമുണ്ട്, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അതൊക്കെ വലിയൊരു ഭാഗ്യം. മഴനീർത്തുള്ളികൾ രണ്ടുപേരും. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തനുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലേ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ
തനുവായി പെയ്തിടും കനവായി തോർന്നിടും. ഈ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയും. ഇപ്പോൾ ഒരുപാട് പാട്ട് കിട്ടാത്ത ഒരു കണക്കിന് നന്നായും തോന്നുന്നു. കാരണം വിളിച്ച് പാടിപ്പിക്കുന്ന പാട്ടുകൾ, പാടിപ്പോകുന്ന പാട്ടുകളൊക്കെയും ഹിറ്റാണ്. അത് ഈ പുതിയ കാലത്തെ പാട്ടുകളെല്ലാം മനസ്സിൽ പിടിച്ചിരിക്കുന്നതൊന്നുമല്ല. പല പാട്ടുകളും പാളിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഒരു കുമിള പോലെ മാത്രം സജീവമായി നിന്നിട്ട് താഴേക്ക് പോകുന്നതാണ്. പക്ഷേ ഈ രതിപുഷ്പവും ഈ മഴനീർത്തുള്ളികളും ഹൃദയത്തിലെ ഒരു ടൈറ്റിൽ സോങ്, അതുമൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതൊരു നല്ല തുടർച്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി തമിഴിലേക്ക് പോയാൽ, തമിഴിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രണ്ട് സംഗീതജ്ഞരാണ് ഇളയരാജയും AR റഹ്മാനും. അതെ, ഈ പുതിയ കാലത്ത് AR റഹ്മാൻ എന്നാൽ എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. ആ AR റഹ്മാന്റെ 28 29 പാട്ടുകൾ 27 പാട്ടുകൾ പാടി. അതിൽ പലതും വലിയ ഹിറ്റുകളാണ്. എങ്ങനെയാണ് പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ചെന്നിറങ്ങുന്നു, അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് ചെന്നിറങ്ങുന്നു. ചെന്നൈ തന്നത് എന്താണ്? ചെന്നൈയിലേക്ക് ചെന്നിറങ്ങിയതല്ല, ഞാൻ ചെന്നൈയിലായിരുന്നല്ലോ താമസം. ഈ മലയാള പാട്ടുകളെല്ലാം പാടിയത് അവിടെ നിന്നായിരുന്നു ഉണ്ടാകും. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റാണ് ഞാൻ ചിലതൊക്കെ കൊച്ചിയിൽ വന്ന് പാടിയിട്ടില്ല. അപ്പോൾ ചെന്നൈയിൽ തന്നെ ആയിരുന്നു താമസം. അനവധി റെക്കോർഡിങ്സ് പാടുന്നതിൻ്റെ കൂടെ ഈ AR റഹ്മാൻ എന്ന ദിലീപ് അന്ന് കീബോർഡ് വായിച്ചിരുന്നു. അർജുന മാസ്റ്റർ, ജോൺസൺ മാസ്റ്ററുടെ, അങ്ങനെ പല റെക്കോർഡിങ്സും ഞാൻ പാടുന്ന സമയത്ത് കോർണറിലിരുന്ന് ചെറിയൊരു പയ്യൻ കീബോർഡ് വായിച്ചിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്, ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു AR റഹ്മാൻ ആവുമെന്നോ സംഗീത സംവിധായകനാവുമെന്നോ ഒന്നും അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് ഇളയരാജയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര സ്പാർക്കുള്ളൊരു സംഗീത സംവിധായകനായിട്ട് ഇദ്ദേഹം വളരുകയാണ്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഒരു സുപ്രഭാതത്തിലല്ല, ഒരു ദിവസം രാത്രി എന്നെ വിളിക്കുന്നു, ഇങ്ങനൊരു പാട്ട് പാടണം. ആ പാട്ട് നല്ലൊരു ബാനറിലാണ് ചെയ്യുന്നത്. പക്ഷേ ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് റീറ്റെയിൻ ചെയ്യും, ഇല്ലെങ്കിൽ അത് വേറെ ആരെ കൊണ്ടെങ്കിലും പാടിക്കും. അപ്പോൾ അതിന് സമ്മതമാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന്. അങ്ങനെ ഞാൻ പോയി പാടിയ പാട്ടാണ് പുതുവെള്ളൈ മഴ എന്ന ഗാനം. അപ്പോൾ ദിലീപ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ഈ പാട്ട് ചെയ്യുന്നുണ്ട്, താങ്കളെ മാറ്റുന്ന മാതിരി തന്നെ ചിലപ്പോൾ എന്നെയും മാറ്റിയേക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയില്ല. അപ്പോൾ ഒരു ട്രയൽ നടത്താൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അർദ്ധരാത്രി പോയി പാടിയ പാട്ടാണത്, പുതുവെള്ളൈ മഴ. പെൺ ഇല്ലാத ஊரிலே அடியான் பூ கேட்பதில்லை, பெண் இல்லாத ஊரிலே கொடிதான் பூ பூத்ததில்லை, உன் புடவை முந்தானை சாய்ந்ததில் இந்த பூமி பூ பூத்தது, மலர் மஞ்சம் சேராத பெண்ணிலா எந்தன் மார்போடு வந்தாடுதோ, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நில உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நில ഉടൽ നനയുന്നത്. അപ്പോൾ അതിനുശേഷം എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാടി, 27ഓളം പാട്ടുകൾ പാടി. അതൊരു വലിയൊരു വഴിത്തിരിവായി എന്ന് പറയാം എനിക്ക്. അതിന് മുമ്പ് രാജാ സാറിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും പാടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഭയങ്കര വഴിത്തിരിവായി. അത് മാത്രമല്ല AR റഹ്മാൻ്റെ മാത്രമല്ലാതെ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ചെന്നൈയാണ് എനിക്ക് എല്ലാം തന്നത് എന്ന് പറയാം. ഈവൻ സ്റ്റേറ്റ് അവാർഡ്സ്, തമിഴ്നാടിൻ്റെ 2 സ്റ്റേറ്റ് അവാർഡ്സ് ഞാൻ അറിയാതെ തന്നെ എനിക്ക് ലഭിച്ചു. കൂടാതെ അവിടെ കലാകാരന്മാർക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം കലൈമാമണി എന്നൊരു പുരസ്കാരം, ഇത് 3 ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ ചെന്നൈയാണ് നമുക്ക് എല്ലാം തന്നത്. ചെന്നൈയിൽ തമിഴ്നാട്ടിലൊരു ചൊല്ലുണ്ട്, വന്തവരൈ വാഴ വയ്ക്കും തമിഴ്നാട് എന്ന് പറയും. അപ്പോൾ അതാണ് എനിക്ക് വലിയൊരു അപ്രീസിയേഷൻ കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ചെന്നൈ. ഈ AR റഹ്മാനെ പോലൊരു സംഗീത സംവിധായകന് വേണ്ടി ഒരുപാട് പാട്ടുകൾ പാടുക, അതെല്ലാം ഹിറ്റാവുക. അപ്പോൾ റഹ്മാൻ തുടരെ പരിഗണിക്കുമ്പോൾ
സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എനിക്ക് വളരെ സന്തോഷം, മനസ്സിൽ നിന്നൊരു സന്തോഷം വരാനുണ്ട് നമുക്ക്. അതായത് നമുക്ക് എന്നെ അംഗീകരിക്കുന്നു ഒരു വലിയ സംഗീത സംവിധായകൻ, അതായത് ഓസ്കാർ ലഭിച്ച സംഗീത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കായി എന്നെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരമാണ് സത്യം പറഞ്ഞാൽ. അതും അദ്ദേഹത്തിനെക്കാട്ടിലും എത്രയോ സീനിയറാണ് ഞാൻ. എന്നെ മാത്രമല്ല, ഒരുപാട് ഗായകന്മാർക്കും ഗായികമാർക്കും അവസരങ്ങൾ കൊടുത്തത് പുള്ളിയാണ്. വളരെ എന്താ പറയുക, ഒരു മെഗ്നാനിമസ് നേച്ചറാണ് അവരുടെ. എല്ലാ പാട്ടുകാർക്കും ചാൻസസ് കൊടുത്തു. ഞാൻ, സുജാത, ഹരിഹരൻ, ഉണ്ണികൃഷ്ണൻ, മിൻമിനി, അങ്ങനെ ഒരുപാട് ഗായകന്മാർ ഇപ്പോഴത്തെ ജനറേഷനും പല മലയാളീസിന് ചാൻസസ് കൊടുത്തിട്ടുണ്ട്. അത്രയും, അതായത് സംഗീതത്തിലുപരി ഏറ്റവും നല്ലൊരു സംഗീത സംവിധായകൻ എന്നതിലും ഉപരി ഏറ്റവും നല്ലൊരു മനുഷ്യനും കൂടിയാണ് പുള്ളി. നമ്മുടെ താഴെയാണെങ്കിലും കൂടിയിട്ട് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്ന വിധത്തിലുള്ളൊരു ക്യാരക്ടർ, സ്ട്രോങ് ക്യാരക്ടർ. അടുത്ത് നിൽക്കുമ്പോൾ വളരെ സൗമ്യനായ, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ഉണ്ണിമേനോൻ. പക്ഷെ സ്റ്റേജ് ഷോകളിൽ വരുമ്പോൾ ആളാകെ മാറും. ആസ്വദിച്ച്, ആഘോഷിച്ച്, ചടുലമായ ചുവടുകൾ പോലും വെച്ച് പാടുന്ന ഒരാളാണ്. എങ്ങനെയാണ് സ്റ്റേജ് ഷോകളിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത്? സ്റ്റേജ് എനിക്ക് എപ്പോഴും ഒരു ഹരമാണ്. ഇപ്പോൾ റെക്കോർഡിംഗ് റൂമിൽ നമുക്ക് പുതിയൊരു പാട്ട് പഠിക്കുന്നു, ആ പാട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോം എങ്ങനെ റെക്കോർഡിങ്സിൽ കൊടുക്കാം എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഈ പാട്ട് എങ്ങനെ സ്ക്രീനിൽ വരും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോം എങ്ങനെ റെക്കോർഡിങ്സിൽ കൊടുക്കാം. അപ്പോൾ അതൊരു സ്ട്രെസ്സാണ് വാസ്തവം പറഞ്ഞാൽ. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ക്രിയേഷൻ അവിടെ നടക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റേജ് ഷോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് കുറച്ച് ഡാൻസ് സ്റ്റെപ്സ്, ഡാൻസിനോടൊക്കെ എനിക്കൊരു പാഷനുണ്ട് വാസ്തവത്തിൽ, പഠിച്ചിട്ടില്ലെങ്കിലും. ഒരു പാട്ടുകാരൻ മാത്രമല്ല, സംഗീതം ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. സംഗീതം ചെയ്ത പാട്ട് ഒരുപക്ഷെ അതിഗംഭീരമാണ്. അത് ഉണ്ണിച്ചേട്ടൻ്റെ തന്നെ ശബ്ദത്തിൽ പുറത്തു വരുന്നു, ചെമ്പനീർ പൂവ്. അത് ഓൾ ടൈം ഹിറ്റായി. അതെ, ഇപ്പം ഹിറ്റാണ്. അത് സംഗീതം ചെയ്തതും പാടിയതും ഒരാൾ ആ ചിത്രത്തിൽ അഭിനയിച്ചു എന്നത് മറ്റൊരു കാര്യം. ആ പാട്ടൊന്ന് പാടാം. അത് 2003 ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു അംഗീകാരമാണ്. ശരിക്കും പറഞ്ഞാൽ അവാർഡ്സിനെക്കാട്ടിലും വലിയ അംഗീകാരം അത് തന്നെയാണ്. 2003 ചെയ്ത പാട്ട് പ്രഭാവർമ്മയുടെ മനോഹരമായ വരികൾ നന്നാവുമ്പോൾ തന്നെ പാട്ടിനൊരു... ശരിക്കും ആ സിനിമയിൽ അഭിനയിക്കാനാണോ പാടാനാണോ സംഗീതം ചെയ്യാനാണോ ആദ്യം വിളിച്ചത്? ശരിക്കും എന്നെ അഭിനയിക്കാനാണ് വിളിച്ചത്. അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു അഭിനയത്തിൻ്റെ ഒരു പ്രതിഭ ഉണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ പാട്ട് പാടുന്ന എൻജോയ് ചെയ്യുന്നു എന്നല്ലാണ്ട് എനിക്ക് അപ്പോൾ എന്നെ അന്ന് ഒഴിവാക്കുകയായിരിക്കും നല്ലത്, കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ശരത്ത് അത് പിന്നെയും രവിമേനോനാണ് ആദ്യം വിളിക്കുന്നത് തന്നെ. അപ്പോൾ രവിമേനോൻ പിന്നെയും വിളിച്ചു തന്നെ. ഇതിൽ നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടുന്നതായിരിക്കും ഇത്, അതുകൊണ്ട് ചെയ്തുകൂടെ ഉണ്ണി, നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലായ്മ കൊണ്ടാണ്. നമ്മളൊരു താല്പര്യം കൊണ്ട് ചെയ്യുമ്പോഴും ഇല്ലാതെ ചെയ്യുമ്പോഴും എൻ്റെ ഒരു വ്യത്യാസം അറിയുമല്ലോ. അപ്പോൾ ശരത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സംഗീതം ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അതൊരു ഹുക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. ചെറിയ ആൽബംസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സംഗീതം ചെയ്ത് പാടി അഭിനയിക്കുക എന്നുള്ളൊരു സംഭവം ചെയ്തുകൂടെ? അങ്ങനെ ശരി, ഒന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പാട്ടുകൾ എനിക്ക് അയച്ചു തരുന്നു. ഞാൻ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൽ ശരിക്കും എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ കമ്പോസ് ചെയ്തതും ആ പാടിയതും തന്നെയാണ്, അഭിനയമല്ല. 4 ദശാബ്ദങ്ങൾ പിന്നിട്ടു. ഈ മലയാള സിനിമയിൽ അന്നും ഇന്നും പാട്ടിലുണ്ടായ മാറ്റം എന്താണ്? ഒരുപാട് മാറ്റം വന്നു. സിനിമ മാറിയല്ലോ, സിനിമയുടെ ഒരു ക്യാരക്ടർ മാറി. സിനിമയിൽ ഒരു കാലത്ത് നമ്മൾ കോമഡി എൻജോയ് ചെയ്തിരുന്നു, ഫൈറ്റ് എൻജോയ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മോസ്റ്റ് ഓഫ് ദി മൂവീസ് ഫൈറ്റാണ് അധികം കാണുന്നത്, അല്ലേ? അപ്പോൾ സിനിമയിലൊരു സ്ട്രോങ് സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി ഇപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെയാണ് സിനിമ ചുരുളഴിയുന്നത്. അപ്പോൾ പാട്ടിനുള്ളൊരു സ്ഥാനം പോയി. സിനിമയിൽ പാട്ടിനുള്ള സ്ഥാനം വളരെ കുറഞ്ഞു. ഒട്ടും ഒരു ഇൻഡിസ്പെൻസിബിൾ അല്ല, അത്യന്താപേക്ഷിതമല്ല സിനിമയിൽ പാട്ട്. അപ്പോൾ ദാസേട്ടനൊക്കെ 60 വർഷം 65 വർഷം സിനിമയിൽ അജയ്യനായിട്ട് പാട്ടുകാരനായിട്ട് ഇത്രയും വർഷം നിന്നു. എന്തുകൊണ്ടാണ്? ഏറ്റവും നല്ല കമ്പോസേഴ്സ്, ഏറ്റവും നല്ല
ഡയറക്ടേഴ്സ്, ഏറ്റവും നല്ല ലിറിക്സ് റൈറ്റേഴ്സ്. അപ്പോൾ ഏറ്റവും നല്ല ക്രിയേഷൻ നടന്നിരുന്ന സമയത്ത് പാടാൻ പറ്റി എന്നുള്ളതാണ് ദാസേട്ടൻ, ജയേട്ടൻ ഇവരുടെ എല്ലാവരുടെയും വിജയം. അപ്പോൾ അത്തരം കഥകളോ അത്തരം സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ആ പാട്ട് സിനിമയിൽ ഉപയോഗിക്കുന്ന രീതിയോ ഇപ്പോൾ ഇല്ല. സിനിമയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈയിടെ പാടിയ പാട്ടുകളിൽ തന്നെ മരണമാസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ പാടിയിരുന്നു. നല്ലൊരു പാട്ട്, ഗംഭീരമായ പാട്ട്. ഞാൻ സിനിമയിൽ അത് ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് ചെന്ന് നോക്കിയപ്പോൾ 1 മിനിറ്റ് പോലും ഇല്ല സിനിമയിൽ. അപ്പോൾ അതാണ് സ്ഥിതി. അതായത് ഈ പാട്ടുകൾ അലിഞ്ഞലിഞ്ഞില്ലാതാവുകയാണ്. അതിന്റെ ആദ്യ ലക്ഷണമാണ് ഈ സമയം കുറയുന്നത്. ശരിക്കും 5 മിനിറ്റ് 6 മിനിറ്റ് ഉണ്ടായിരുന്ന പാട്ട് 2 മിനിറ്റ് 2.5 മിനിറ്റായി. ഈ 2.5 മിനിറ്റ് റെക്കോർഡ് ചെയ്ത സാധനം സിനിമയിലേക്ക് വരുമ്പോഴേക്കും 1 മിനിറ്റായി മാറുന്നു. അതായത് സിനിമയിൽ ഈ പാട്ടിൻ്റെ ലെങ്ത്ത് കൂടി കട്ട് ചെയ്യണം അവർ. അപ്പോൾ അത്ര ലെങ്ത്ത് വേണ്ട, സിനിമയ്ക്ക് അത്ര ലെങ്ത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ ആദ്യം കൈ വയ്ക്കുന്നത് പാട്ടിൻ്റെ മേലെയാണ്. അപ്പോൾ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അഡ്രസ്സ് ഇനി ഉണ്ടാവില്ല എന്നാണ് എനിക്കിപ്പോഴത്തെ പോക്ക് തോന്നുമ്പോൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പാട്ടിൻ്റെ ഇടം എവിടെയായിരിക്കും? അല്ല, ഞാൻ പറയണേ പാട്ടിൻ്റെയും സിനിമയുടെയും രീതികൾ കംപ്ലീറ്റ് മാറിയുണ്ട്. 60s 70s 80s 90s നോക്കി എവറി 10 years പാട്ടിൻ്റെയും മറ്റേ സിനിമയുടെ എല്ലാ രീതികളും മാറിക്കൊണ്ടിരുന്നിരുന്നു. ഇപ്പോൾ സിനിമയിൽ പാടി അഭിനയിക്കുന്ന ഒരു രീതിയായിരുന്നല്ലോ അന്നൊക്കെ. ഇപ്പോൾ സിനിമയിൽ ആരെങ്കിലും പാടുന്നുണ്ടോ? എല്ലാം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടിങ്ങനെ പോവും, അതിൻ്റെ ഇടയിൽ ഇവർ സംസാരിക്കുന്നുണ്ടാവും. ഞാൻ ശരത്തിൻ്റെ നല്ലൊരു പാട്ട് പാടിയിരുന്നു ചിത്രയുടെ കൂടെ, നല്ലൊരു മെലഡി. ആ മെലഡിയുടെ ഇടയിൽ അവർ ഓഡിയോ റിലീസ് ചെയ്തിട്ടുള്ളതും സംസാരിച്ചുകൊണ്ടാണ്. പാട്ടിൻ്റെ ഇടയിൽ അവരുടെ സംസാരം വരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻസ് പാട്ടിന്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി സംഗീതത്തിന് അധികം കാലം സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. പാട്ടിന് റീ റെക്കോർഡിംഗ് ഇല്ലാണ്ട് സിനിമ നടക്കില്ല. ഈ മലയാളത്തിൽ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ശ്യാം സാറിൻ്റെ തൊഴുതുമടങ്ങും, ഓർമ്മയിലൊരു ശിശിരം, അതൊക്കെ വളരെ ആക്സെപ്റ്റൻസ് കിട്ടിയ പാട്ടാണ്. ജീവിതം ഒരു ശാശ്വത, ഒരു നോക്ക് കാണാനുള്ള പാട്ടുകൾ, പൂക്കാലം വന്നു പൂക്കാലം, പൂങ്കാറ്റ്, അങ്ങനെ ഒരു പാട്ടായിട്ട് എടുത്തു പറയാൻ വലിയ കഷ്ടമാണ്. പക്ഷേ എനിക്ക് സർപ്രൈസിംഗ്ലി ഏറ്റവും അധികം ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് ഞാൻ കമ്പോസ് ചെയ്ത ഈ പാട്ടിനാണ്, ഒരു ചെമ്പനീർ പൂവിരുത്തു എന്ന ഗാനം. ഈ രാജാവിൻ്റെ മകളിലെ ആ പാട്ട് ഒന്ന് പാടാം. മോഹൻലാലിനെ ആദ്യമായിട്ട് എന്താ പറയുക സൂപ്പർ സ്റ്റാറാക്കിയ ചിത്രത്തിൽ പാടാൻ പറ്റി എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. രാജാവിൻ്റെ മകൻ, ഭൂമിയിൽ, മോഹൻലാൽ ആദ്യമായിട്ട് പാടി അഭിനയിക്കുന്നത് ഞാൻ പാടിയ പാട്ടാണ്. തേനും വയമ്പും 81. മമ്മൂട്ടി ആദ്യമായിട്ട് പാടി അഭിനയിക്കുന്നത് ഞാൻ പാടിയ പാട്ടാണ്, മുന്നേറ്റം എന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അന്ന് നമ്മളിതൊന്നും ആലോചിക്കുന്നില്ല, പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. അവരുടെ തുടക്കത്തിൽ ഞാനുണ്ടായിരുന്നു എന്നുള്ളൊരു. അപ്പോൾ ഇത് കേൾക്കാം നമുക്ക്. നിസ നിനി പമഗ മഗ സനി നി സമഗ ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ, ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. ഈ ഭക്തിഗാനങ്ങൾ എത്ര പാട്ടുകൾ ഗുരുവായൂരിലാണ്? ഭക്തിഗാനം എനിക്ക് തോന്നുന്നത് ഒരു 10,000 മേലെ ഞാൻ പാടിയിട്ട് തോന്നുന്നു. ഒരു കാലത്ത് ഗുരുവായൂരിലാണ് ജനിച്ചത്. അതെ, ഗുരുവായൂരപ്പനെ കുറിച്ച് എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ കുറിച്ച് മാത്രം ഒരു 5,000 6,000 പാട്ടുകൾ പാടി. എനിക്ക് വാസ്തവത്തിൽ സിനിമയിൽ പാടിയ പാട്ടുകളെക്കാട്ടിലും ഇഷ്ടമാണ് ആ പാട്ടുകൾ. കാരണം ഒരുപാട് പഠിക്കാൻ പറ്റി. പലതരം കമ്പോസിഷൻസ്, പല പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ പാട്ടുകൾ, അവരുടെ ക്രിയേഷൻ വളരെ ഭംഗിയായിട്ട് പാടി അവതരിപ്പിക്കാനുള്ളൊരു അവസരമായിരുന്നു അത്. അതിലൂടെ പല രാഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റി, ആ രാഗങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് അനുഭവം തന്നത് സത്യം പറഞ്ഞാൽ സിനിമയെക്കാട്ടിലും ഈ ഡിവോഷണൽ സോങ്സാണ്. അങ്ങനെ ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ച ഒരു പാട്ട്, ഗുരുവായൂരിൽ ജനിച്ച ഒരാൾ. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കഴലിണ കൈ തൊഴുന്നേൻ കൃഷ്ണ, കരുണ ചെയ്വാനെന്തു
താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേൻ കൃഷ്ണ. വരവേൽപ്പ് എന്ന സിനിമയിൽ യേശുദാസ് പാടിയ അതേ പാട്ട് പിന്നീട് നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയിട്ടുണ്ട്. അതെ. വെള്ളാരപ്പൂമലമേലെ. അതെ. ആ പാട്ടിലേക്ക് വന്നത് എങ്ങനെയാണ്? അതൊരു പക്ഷേ യേശുദാസ് പാടിയ ഒരു പാട്ട് പാടാനാവുക മറ്റൊരു ചിത്രത്തിൽ എന്നത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അത് സന്തോഷത്തിലുപരി എനിക്കൊരു സ്ട്രെസ് തന്ന പാട്ടാണെന്ന് പറയാം. കാരണം ഒട്ടും സുഖമില്ലാത്തിരുന്ന സമയത്താണ് ആ പാട്ട് എന്നെ തേടിയെത്തുന്നത്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ മുരളി ഞാൻ നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ച സമയത്ത് എനിക്ക് പാടാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല, കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടും ശബ്ദമൊന്നും ശരിയായിരുന്നില്ല. പക്ഷേ ആ പാട്ടിനോട് എനിക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അത് പെട്ടെന്ന് പാടി അയക്കേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ പാടി അയച്ചു ഞാൻ. എനിക്ക് ഒട്ടും തൃപ്തിയായിരുന്നില്ല. കാരണം അതിലും ഭംഗിയായിട്ട് പാടാമായിരുന്നു, കുറച്ചുകൂടി സുഖമായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. നല്ലൊരു പാട്ടാണല്ലോ, ഏറ്റവും വരവേൽപ്പിലല്ലേ ഇത്. ഏറ്റവും നല്ലൊരു കമ്പോസിഷനാണ് നമ്മുടെ ജോൺസൺ മാസ്റ്ററുടെ രതിപുഷ്പം. അതൊരു ട്രെൻഡ് സെറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു. ആ പാട്ട് ഇപ്പോഴും അതിലെ എനിക്ക് തോന്നുന്നു ഈ സീൻസും പാട്ടുമായി ഇത്രയും ചേർന്ന് പോയ ഒരു പാട്ട്. കാരണം ഈ പുതിയ കാലത്ത് പാട്ട് വേറെ സീൻസ് വേറെ ആയിട്ട് പോകുന്നു, ഉണ്ണിച്ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ പാട്ടിൽ അതിലെ രംഗങ്ങളും അത് ചിത്രീകരിച്ചിരിക്കുന്നതും പാടിയതും വളരെ യോജിക്കുന്ന രീതിയിലാണ്. അത് അമൽ നീരത് കൺസീവ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ സക്സസ്. രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അധരശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം ഹേ. ശരി, നമുക്ക് തമിഴിലേക്ക് ഒന്നുകൂടി പോയി ഒരു പാട്ട് കൂടി പാടി അവസാനിപ്പിക്കാം. ദീം തനന ദീം തനന ദീം തനന ദീം തനന ദീം തനന ദീം തനന ദിരന ദീം തനന ദീം തനന ദീം തനന ദീം തനന ദീം തനന ദീം തനന ദിരന. നദിയേ നദിയേ കാതൽ നദിയേ നീയും പെൺതാനേ അടി നീയും പെൺതാനേ ஒன்றாய் இரண்டா காரணம் 100 கேட்டால் சொல்வேனே நீ கேட்டால் சொல்வேனே. தீம் தனன தீம் தனன தீம் தனன தீம் தனன தீம் தனன தீம் தனன திரன தீம் தனன தீம் தனன தீம் தனன தீம் தனன தீம் தனன தீம் தனன திரன ദീം തനന ദീം തനന ദിരന ദീം തനന ദീം തനന ദിരന. അപ്പോൾ ഇനി കുറച്ച് സംഗീതം, പാട്ടുകൾക്ക് സംഗീതം നൽകി അതുകൂടി വരും. അഭിനയം തുടരട്ടെ, ഇങ്ങനെ ഇതേ ശബ്ദത്തിൽ ഏറെക്കാലം പാടി തുടരട്ടെ. ഏതായാലും മലയാളികളുടെ പ്ലേലിസ്റ്റിൽ ഉണ്ണിമേനോൻ്റെ പാട്ടുകൾ ഉണ്ടാവും, അക്കാര്യത്തിലൊരു സംശയം വേണ്ട. ഏതായാലും വളരെ സന്തോഷം ഈ ഓണനാളിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്, കുറേ പാട്ടുകൾ പാടിയതിന്, നിറയെ കാര്യങ്ങൾ പറഞ്ഞതിന്, എല്ലാം തുറന്നു പറഞ്ഞതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വെരി ഹാപ്പി ഓണം. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ.